ഹായ് ഹലോ ലലുമാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വയനാട്ടിലെത്തി നമ്മൾ പിള്ളേർക്ക് അച്ചാച്ചനും അമ്മായും സാറാക്കുട്ടിയും കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ്. അങ്ങനെ അന്ന് വൈകിട്ട് ഞങ്ങളൊരു ചെറിയ നൈറ്റ് ഡ്രൈവൊക്കെ പോയി ഐസ്ക്രീമൊക്കെ കഴിച്ച് ഒരു സോഡാ സർബത്തൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ പിറ്റേ ദിവസം നമ്മളൊരു ചെറിയ ഔട്ടിംഗ് പ്ലാൻ ചെയ്തു കേട്ടോ. ചെറിയ ഔട്ടിംഗ് എന്ന് പറയുമ്പം നമുക്ക് ചെറിയൊരു കാപ്പിത്തോട്ടമുണ്ട് വയനാട്ടിൽ, മലയുടെ ഒരു മേളിലായിട്ട്. അപ്പോൾ അവിടെ ഒന്ന് കാണാൻ പോവാമെന്ന് അവർ പ്ലാൻ ചെയ്തു, പപ്പയൊക്കെ. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒന്ന് പോയേക്കാം, ഒരു ഫാമിലി ഔട്ടിംഗ് ആയിക്കോട്ടേന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ മലയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ നമ്മൾ ബിജുവേട്ടനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ബെന്നി ചേട്ടായി നമ്മുടെ കൂടെ ഉണ്ട്. മലയുടെ മുകളിൽ എന്ന് പറയുമ്പം നല്ല കയറ്റാണ്. അങ്ങനെ ജീപ്പിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ബിജുവേട്ടൻ ജീപ്പും കൊണ്ട് വന്നു. അങ്ങനെ നമ്മൾ കയറ്റം കയറി പോവുകയാണ്. നല്ല കുലുങ്ങിയുള്ള യാത്ര. എന്താണെങ്കിലും അടിപൊളിയാണ്. മേളിലേക്ക് കയറുമ്പം നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു എന്താ പറയുക, കാണാൻ നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണേ. കുറച്ച് ദൂരം ഉണ്ട് പോകാൻ. അപ്പം അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തി. നമ്മളവിടെ ഇറങ്ങി എല്ലാവരും കൂടെ അതിലെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി. കണ്ടോ, നല്ല ഭംഗിയാണ്. മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാരാപ്പുഴ ഡാം വരെ കാണാം കേട്ടോ. കുറച്ച് ദൂരത്തിൽ ഭയങ്കര ഭംഗിയാണ്. മേളിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര വ്യൂ ആണ്. അങ്ങനെ കാപ്പി പഴുക്കുന്ന സമയമൊക്കെ അല്ലേ, അപ്പോൾ കാപ്പിയുടെ ഇതൊക്കെ നോക്കാനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയാണേ വന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ കൂടെ കയറിയെന്നേ ഉള്ളൂ. അങ്ങനെ ഇതാണ് നമ്മുടെ തോട്ടം. നമ്മൾ പിള്ളേർ ആദ്യം ഞങ്ങൾ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചു, കാരണം താഴേക്ക് ഇറക്കത്തിലേക്കാണ് തോട്ടം. അപ്പോൾ പിന്നെ നമ്മൾ ഇറങ്ങിയില്ല എന്ന് വിചാരിച്ചെങ്കിലും പിന്നെ മേളിൽ നിൽക്കാനുള്ള ഒരു എന്താണെന്ന് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ താഴോട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു ചെറിയ പാറ ഉണ്ടായിരുന്നേ, അതേ കയറി നിന്ന് കുറച്ച് സർക്കസൊക്കെ കാണിച്ച് കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. പിന്നെയും താഴേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിള്ളേർ കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞപ്പം അവന്മാർക്ക് മടുത്തു. കാലിൽ എന്തോ കുത്തുന്നു, കാലിൽ എന്തോ കടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഉഴപ്പാൻ തുടങ്ങി. അങ്ങനെ പിന്നെ കുറച്ച് ദൂരം താഴേക്കൊക്കെ പോയി ഞങ്ങൾ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് ഒത്തിരി താഴേക്ക് പോയില്ല. പക്ഷെ പപ്പയും ജീക്കോയും എല്ലാവരും ബിജുവേട്ടനൊക്കെ താഴേക്ക് പോയി നമ്മുടെ അതിർത്തി വരെ പോയി കണ്ടു. അത് കഴിഞ്ഞത് കണ്ടോ, മമ്മി എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാൽ കാപ്പിക്കുരുവൊക്കെ വീണ് തുടങ്ങി പഴുത്ത് താഴെ. അപ്പോൾ അതൊക്കെ പെറുക്കി എടുക്കുവാണേ. ഒത്തിരിയൊന്നും ഇല്ല, ചുമ്മാ കുറച്ച്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് കാപ്പി പറിച്ച് നോക്കാമെന്ന്. അങ്ങനെ കുറച്ച് കാപ്പി ഞാൻ പറിച്ച് മമ്മിയുടെ കൈ കൊടുത്തു. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. ചെറുപ്പത്തിൽ ഞങ്ങളിങ്ങനെ പണിക്കാർ പറിക്കുന്ന സമയത്തൊക്കെ കൂടെ പോയി പറിക്കുമായിരുന്നു. ഇപ്പം മടിയായി. താഴേക്ക് ഇറങ്ങി കയറി ഒരാൾ ക്ഷീണിച്ച് കയറി വരുന്നുണ്ടോ വടിയൊക്കെ കുത്തിപ്പിടിച്ച്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി.